ഇത് ആശു, ഇത് ഞാൻ. ഈ മിററിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പൊക്കമില്ലാത്തവർക്ക് പൊക്കം കൂട്ടി വണ്ണം കുറച്ച് കാണിക്കുന്നൊരു മിററായിരുന്നു. നമ്മൾ ഇതുവരെ ആയിട്ടും രണ്ടാമത്തെ എയർബിഎൻബിയിൽ എത്തിയതേ ഉള്ളൂ. എനിക്ക് തന്നെ നാണം വന്ന് തുടങ്ങി ഇത്രയും താമസിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമ്മളിവിടെ യു.എസിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് ഓർക്കുമ്പം Amazon.comൻ്റെ കാർട്ടിലെടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ വാങ്ങിച്ചൊരു സംഭവമാണിത്. കുറച്ചൊരു ശക്തി വേണം ഇതിങ്ങനെ പ്രസ് ചെയ്യാനായിട്ട്. എങ്കിലും ചില പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നല്ല ടൈം സേവിംഗ് ആണ്, പ്രത്യേകിച്ച് ഇങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിന് വേറെയും കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാലും മതി. നമ്മൾ കാണുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മിക്ക സ്ഥലത്തുനിന്നും നമുക്ക് ഹൈദരാബാദിലൊക്കെ കിട്ടിയിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഈ എയർബിഎൻബിയുടെ ഫുൾ ടൂർ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. ഇവിടെ വരുന്നതിന് വിസയൊക്കെ കിട്ടുന്നതിന് ഒരു അരവർഷം മുന്നേ തന്നെ ഇവിടെ വന്നിട്ട് ഏത് സിറ്റിയിലാണ് റെൻ്റലിന് താമസിക്കേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ ഓൺലൈൻ നോക്കുമായിരുന്നു. അങ്ങനെ നോക്കി സിലിക്കൺ വാലിയിൽ മാസ്റ്റർ പ്ലാൻഡ് സിറ്റീസ് വല്ലതും ഉണ്ടോ നോക്കിയപ്പോൾ കണ്ടതാണ് ഫോസ്റ്റർ സിറ്റി. അപ്പോൾ ആ സിറ്റിയൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പം സമാധാനമായി. അവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ദോശമാവ് വാങ്ങിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നോ. ഇതേതോ ദിവസം കുഞ്ഞിന് തീരെ ഉറക്കമില്ലാതെ ലാസ്റ്റ് പുറത്തിറങ്ങി വന്ന് ഈ പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ മടിയിൽ ടെഡിബെയറിനെ പോലെയൊക്കെ കയറിയിരിക്കുകയാണ്. അന്നെടുത്ത കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം കണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റിയിൽ കുറച്ച് വീട് റെൻറ്റിന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മളത് കാണാൻ പോവുകയാണ്. നമുക്കങ്ങനെ ഒരുപാട് വീടുകളൊന്നും പോയി നോക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ കാറില്ലായിരുന്നു. സാധാരണ എല്ലാവരും റെൻറ്റിന് എടുക്കാറുണ്ടായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ കുഞ്ഞുമായിട്ട് ആ സമയത്ത് ഒരുപാട് നേരമൊന്നും വെട്ടത്ത് പോയി ശീലമില്ലായിരുന്നു. അങ്ങനെ ആകെ ഒരു പാടായിരുന്നു അന്ന്. വീട് കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് സിലിക്കൺ വാലിയിൽ. അത് പോരാത്തതിന് സ്കൂൾ തുറക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് പറയുകയും വേണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്ലാറ്റ് പോലത്തെ ആ ഒരു സെറ്റപ്പ് വേണ്ടാന്നുണ്ടായിരുന്നു. ഇത്ര നാൾ നമ്മളങ്ങനെ താമസിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ഒരവസരം കിട്ടിയപ്പം ഇനി നമുക്ക് അങ്ങനെ താമസിക്കേണ്ടെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റെപ്സും ഒക്കെ ഉള്ളത് നമുക്ക് ആശുവിനെയും കൊണ്ടിട്ട് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. കഴിഞ്ഞ നവംബറിൽ എന്തോ ആണെന്ന് തോന്നി ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സ് റെൻറ്റ് ചെയ്യുന്ന സൈറ്റുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എൻ്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അയച്ചത് ഇപ്പോഴും കിടപ്പുണ്ട്. ആ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വീട് റെൻറ്റിനെടുത്തത്. എന്താണ് നിമിത്തം എന്നൊക്കെ പറയില്ലേ, ഏറ്റവും ആദ്യമായിട്ട് അയച്ചത് തന്നെയാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞെടുത്തത്. ഹൈദരാബാദിലെ പോലെ സൂര്യപ്രകാശം ഒന്നും കാണാതെ വീട്ടുള്ളിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്കെങ്കിലും പെട്ടെന്ന് പുറത്തൊക്കെ ഒന്നിറങ്ങി നടക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതിന് പറ്റിയ വീടായിരുന്നു. നിറയെ പോൺസും ബ്രിഡ്ജസും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റിയിൽ തന്നെയാണ്. ഇവിടുത്തെ മറ്റ് സിറ്റീസിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മോഡേൺ വെനീസൊക്കെ പോലെ നല്ല ഭംഗിയുള്ള കുറേ ലഗൂൺസ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഞങ്ങളിവിടെ ആദ്യമായിട്ട് കഴിഞ്ഞ ജൂണിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസൊക്കെയാണ്. ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ് വോയിസ് ഓവർ കൊടുത്തിരുന്ന വീഡിയോ ആണ്. എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇട്ടതാണ്.